ഹായ്. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റ് അനാലിസിസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വാലിഡ് ആയിട്ടുള്ള കുറച്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത് ഡേ ടൈം ഫ്രെയിമിൽ സ്വിംഗ് ഹൈസും സ്വിംഗ് ലോസും മാർക്ക് ചെയ്യാറാണ്. അതാണ് ബേസിക്കായിട്ട് ഫസ്റ്റ് തിങ്ക് ചെയ്യുക. സോ മാർക്കറ്റ് ഈ റേഞ്ചിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ലെവൽസ് മാർക്ക് ചെയ്യണത്. ഓക്കെ, മാർക്കറ്റ് ഒരു ബുള്ളിഷ് ബയാസ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഓൾ സ്വിംഗ് ഹൈസ് ആണ് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ മാർക്കറ്റിൽ ബെറിഷ് ബയാസ് ആണെങ്കിൽ നമ്മൾ സ്വിംഗ് ലോസ് കൺസിഡർ ചെയ്യും. ഒരു ബുള്ളിഷ് സിനാറിയോയിൽ സ്വിംഗ് ലോസ് മാർക്കറ്റ് ജസ്റ്റ് ചെറിയൊരു റിജക്ഷൻ അവിടെ കാണിക്കാറുള്ളൂ. പക്ഷേ പീക്ക് റിജക്ഷനും പീക്ക് ബ്രേക്ക്ഔട്ട് എന്നത് സ്വിംഗ് ഹൈസിലാണ്. സോ അതുകൊണ്ടാണ് ഈ ലെവൽസ് മാർക്ക് ചെയ്തേക്കുന്നത്. ഓൾസോ നമുക്ക് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസും കൂടി നോക്കാം. സോ ഇതാണ് നമ്മൾ ഈ വീക്കിലെ കൺസിഡർ ചെയ്യുന്ന ലെവൽസ്. കറൻ്റ്ലി നമ്മൾ ലോ എക്സ്പെക്ട് ചെയ്യണത് 23,800 850 ആ ലെവലിലാണ് നമ്മൾ ലോ എക്സ്പെക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് അതിലും കൂടി ബ്രേക്ക്ഔട്ട് ചെയ്ത് സിറ്റുവേഷൻ പോകാൻ വളരെ ചാൻസ് കുറവാണ്. സോ ഈ ലെവൽസൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീക്കിലേക്ക് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് നമ്മൾ ഈ വീക്കിലേക്ക് കൺസിഡർ ചെയ്യുന്ന ലെവൽസ്. കറൻ്റ്ലി നമ്മൾ ലോ എക്സ്പെക്ട് ചെയ്യണത് 23,800 850 ആ ലെവലിലാണ് നമ്മൾ ലോ എക്സ്പെക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് അതിലും കൂടി ബ്രേക്ക്ഔട്ട് ചെയ്ത് സിറ്റുവേഷൻ പോകാൻ വളരെ ചാൻസ് കുറവാണ്. സോ എന്ന് പറഞ്ഞാൽ കറൻ്റ്ലി നമ്മുടെ എന്താ പറയുക പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഓൾറെഡി സോൾവ് ആയി. സോ മാർക്കറ്റിലെ ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഫിയർ ഓൾമോസ്റ്റ് മാർക്കറ്റിൽ ഓവറായി നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി അധികം ബെയറിഷ് പോകാൻ ചാൻസ് ഇല്ല. ബെയറിഷ് പോകണമെങ്കിൽ പറഞ്ഞ പോലെ 23,800 ആണ് ഒരു പീക്ക് സപ്പോർട്ട് സപ്പോർട്ട് ലെവൽ. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഈ സ്വിംഗ് ലോ കൺസിഡർ ചെയ്യാം. 22 200 250 ആ റേഞ്ച്. ഓക്കെ, സോ ഈ ലെവൽസ് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ബയോയിലുണ്ടാവും. ഇതിൻ്റെ ലെവൽസും മാർക്കറ്റ് വ്യൂ ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് അത്യാവശ്യം. സോ കഴിഞ്ഞ വീക്കിലെ മാർക്കറ്റിൻ്റെ നോക്കുകയാണെങ്കിൽ നമ്മൾ OI ഡാറ്റ എടുത്ത് നോക്കാം. സെൻസിബിളിലാണ് OI നോക്കാം. സെൻസിബിളിൽ OI നോക്കുമ്പോൾ 24,000 ഈ പുട്ടിൻ്റെ OI ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 28 lakhs പുട്ടിൻ്റെ OI ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോളിൻ്റെ OI നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 26 lakhsോളം തന്നെ കൂടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് യൂഷ്വലി മെയിൻ ചെയ്യുന്നത് 24,000 ആണ് ഒരു പീക്ക് റെസിസ്റ്റൻസ് സോൺ മാർക്കറ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് സെഷനിലാണ് ഈ ഒരു OI ഡാറ്റ ഉള്ളത്. അതായത് 9th മാർച്ച് ഫെബ്രുവരി ഫ്രൈഡേ 9th മെയിലാണ് ഈ ഒരു OI ഡാറ്റ 24,000 പീക്ക് റെസിസ്റ്റൻസ് ആയിട്ടാണ് ഇപ്പം മാർക്കറ്റ് ആക്ട് ചെയ്യുന്നത്. സോ OI ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ 24,000 to 25,000 ആണ് ഈ വീക്കിലെ മാർക്കറ്റിൻ്റെ റേഞ്ച്. ഈ മന്തിൻ്റെ മാർക്കറ്റിൻ്റെ റേഞ്ച് OI ഡാറ്റയിൽ കാണിക്കുന്നത്. സോ ഇനി മാർക്കറ്റിൽ അല്ലെങ്കിൽ ന്യൂസായിട്ട് വലിയൊരു ഇമ്പാക്റ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് മാർക്കറ്റ് എന്തായാലും ഒരു ബുള്ളിഷ് മൂവ് കാണിക്കാം. പക്ഷെ അത് റാലി ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം US ഡാറ്റ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നത് US ഇൻഫ്ലേഷൻ ഹയർ റിസ്കിലാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ത്യയിൽ അത് ആപ്ലിക്കബിൾ അല്ല. പക്ഷെ അത് നമ്മുടെ എന്താ പറയുക IT സ്റ്റോക്സിനൊക്കെ ബാധിക്കുന്ന നല്ല രീതിക്ക്. സോ അതിൻ്റെ ഒരു ഇത് നിഫ്റ്റിയിലും സെൻസെക്സിലും കാണാൻ പറ്റും. ഓക്കെ, സോ 24,000 ഒരു ബേസ് ആയിട്ട് അടുത്ത മാർക്കറ്റ് സെഷനിൽ കൺസിഡർ ചെയ്യാം. മിക്കവാറും ഇപ്പോൾ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിലവിൽ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും നാളെ തരാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് ഓൾറെഡി 2% ഹൈ ആയിട്ടുണ്ട്. 21 റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പീക്കിൽ നിന്ന് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ
ഇന്ത്യ വിക്സ് ഡൗണും ആയിട്ടുണ്ട്. സോ ഇന്ത്യ വിക്സ് ഇനി ഡൗൺ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ വലിയ ടെൻഷനൊന്നും ഇല്ല. ഇന്ത്യ വിക്സ് ഡൗൺ പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓപ്ഷൻസ് ഡാറ്റ ഈ വീക്കിലെ ഓപ്ഷൻസിൻ്റെ പ്രൈസ് ഓൾറെഡി നല്ല രീതിക്ക് ഇൻക്രീസ് ആയാണ് നിൽക്കുന്നത്. സോ വിക്സ് ഡൗൺ ആവുകയാണെങ്കിൽ അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് ATM നോക്കുകയാണെങ്കിൽ 200 റേഞ്ചിലാണ് ATM സ്ട്രൈക്സ് നിൽക്കുന്നത്. വിക്സ് ഇനി നല്ല രീതിക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഓപ്ഷൻ സ്റ്റാക്ക് നല്ല രീതിക്ക് മെൽറ്റ് ആവും. കാരണം ഓൾമോസ്റ്റ് ഇനി 3DT ട്രേഡ്സ് ആണ് നാളെ വരാൻ പോകണം. ഓൾമോസ്റ്റ് 3 days കൂടി ഉള്ളൂ മാർക്കറ്റ് എക്സ്പയറി ആവാൻ വേണ്ടിയിട്ട്. സോ അത് നിങ്ങൾ നോക്കാം. ഓപ്ഷൻ ബയർ ആണെങ്കിൽ ഈ വീക്ക് മാർക്കറ്റിൽ പെർഫോം ചെയ്യാണ്ടിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നല്ല രീതിയിൽ മാർക്കറ്റ് മെൽറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. പ്രൈസ് നല്ല രീതിക്ക് മെൽറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ചുമ്മാ ഒരു പ്രീമിയം മേടിച്ച് ഹോൾഡ് ചെയ്തൊരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ നല്ല രീതിക്ക് മെൽറ്റായി പോകും. സോ അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഇരിക്കുക. ഓക്കെ, ഈ വീക്കെൻഡ് മാർക്കറ്റ് അനാലിസിസ് അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.